ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാളനാണ്. കാളൻ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണല്ലേ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് കാളൻ തയ്യാറാക്കാൻ പറ്റും. അപ്പം അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ ചേനയും കായും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കായുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, കാരണം ഇത് ഇളയ കായത് കൊണ്ടാണ്. അപ്പോൾ മൂത്ത കായാണ് നിങ്ങൾക്കത് തൊലി കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ സാധാരണ കാളന് തൊലി കളഞ്ഞിട്ടാണ് എടുക്കുക. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ ചേനയും മുറിച്ചെടുത്തിട്ടുണ്ട്. കായ വേണമെങ്കിൽ നിങ്ങൾക്ക് നേർപകുതിയാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കളന് വേണ്ടിയിട്ട് അരിയാൻ പറ്റും. പിന്നെ ഞാനിതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മസാലകൾ മീൻസ് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഈ ഒരു ഗ്ലാസ് അളവിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ വെള്ളം ഈ ഒരു പച്ചക്കറിയുടെ ആ ഒരു ലെവൽ മതി, അതിൻ്റെ തൊട്ട് താഴെയിട്ട് മതി. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കഷ്ണം വേവ് ആവാനുള്ളൊരു വെള്ളം മതി, ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് അടി പിടിക്കുന്നുണ്ടോ നോക്കണം. കുറച്ച് സമയമായി ഞാൻ തുറന്ന് നോക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മുറിച്ച് നോക്കുകയാണ്, വെന്തിട്ടുണ്ട്. ചേനക്കാണ് കുറച്ചുകൂടി പച്ചക്കായനേക്കാളും കുറച്ചുകൂടി വേവ് സാധാരണ ചേനക്കായിരിക്കും. ചില ചേന പെട്ടെന്ന് വേവും, അപ്പോൾ ചിലത് വേവ് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക വെന്തോ എന്നുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് മോരൊഴിച്ച് കൊടുക്കുകയാണേ. ആ ഒരു കപ്പ് അളവിൽ, ഈ ഒരു കപ്പ് അളവിൽ ഞാൻ മോരൊഴിച്ച് കൊടുക്കണം. അപ്പോൾ മോരല്ല, തൈരാണ് കേട്ടോ. തൈര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അടിച്ചെടുക്കേണ്ട, ഒന്ന് ആ ഒരു തൈരിൻ്റെ ആ ഒരു കട്ടക്കട്ട പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉടച്ചെടുക്കുക. ഇല്ലെങ്കിൽ അത് തിളയ്ക്കുന്നതനുസരിച്ച് പിരിഞ്ഞു പോകാമെന്നറിയില്ല, അതുപോലെ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ മോരൊഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ അരവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജീരകവും പിന്നെ 2 പച്ചമുളകുമാണ് അരയ്ക്കാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ എരിവ് നിങ്ങളനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് മുളക് പൊടി ഇട്ടത് കൊണ്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചാൽ അത് വെള്ളം പോലെ ആയിപ്പോൾ അരവ് കറക്റ്റ് ആവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആ സമയം കൊണ്ട് കാളൻ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു തിള വരുന്നത് വരെ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഉലുവപ്പൊടിയും തേങ്ങ ഒരുമിച്ച് അവിടെ കിടന്ന് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല പാകമായിട്ട് വരും. അപ്പോൾ അത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാളനിൽ കുറച്ചൊരു തിക്നെസ്സോട് കൂടി തന്നെയുള്ള കാളനായിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഈ ഒരു കാളൻ്റെ ഫ്ലേവർ കൂട്ടാനുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്കുള്ള വറവിടണം. അപ്പോൾ നമ്മൾ ഈ കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് അത് കുറച്ചുകൂടി നല്ല കാളൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ, ഒട്ടും കുറയില്ല. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക. വറവിടാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കടുക്, ഒരു ടേബിൾ സ്പൂണ് ഉലുവ മെയിനാണ്, വിട്ടു പോകരുത്. പിന്നെ 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് എന്ത് ചെയ്യാം, അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വറവിടാം.
കണ്ടോ, അടിപൊളി കാള റെഡി ആയിട്ടുണ്ട്. ഇത്രയേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ രീതി ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.